ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൗരന്മാരാകുന്ന നമ്മുടെ ആവശ്യങ്ങൾ അത് അവതരിപ്പിക്കാൻ വേണ്ടി നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുക, അതിൻ്റെ ഒരു രീതിയാണ്. അതേസമയം പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അത്തരം ആളുകളോട് പറയുക, അതൊരു മറ്റൊരു രീതിയാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതികൾ തിരഞ്ഞെടുക്കാം. ഇപ്പൊ സാവിയത്തു സൂഫിയെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ ദിവസം വന്യരായ ഹസനി ഉസ്താദും വിനീതനായ ഞാനും പോയി. വന്യരായ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ, കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചു. അത് പോകുമ്പോഴേക്ക് എന്തൊക്കെ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ, നിങ്ങളുടെ മാന്യതയുടെ, നിങ്ങളുടെ മാനവികതയുടെ മൂടുപടം അത് സമൂഹത്തിൽ അഴിഞ്ഞു വീഴുന്ന മണിക്കൂറുകളല്ലേ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളീയ സമൂഹം കണ്ടത്, അല്ല ലോക സമൂഹം കണ്ടത്. എന്തൊക്കെയാണ് ഈ കാന്തപുരം വിഭാഗം ആളുകൾ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പൗരന്മാരെന്ന നിലക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളുമായി പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയെ ഞങ്ങൾ സമീപിക്കുമ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എന്തൊക്കെയോ സഭ്യേതര ശൈലികൾ പുറത്തുവര് പറയുന്നതോ ഞങ്ങൾ മാനവികതയുടെ മകുടോദാഹരണങ്ങളാണ്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവരാണ്, ഞങ്ങൾ സഹനത്തിന്റെ ആളുകളാണ്, സഹിഷ്ണുതയുടെ ആളുകളാണ്. എന്ത് സഹിഷ്ണുതയാണിത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളുടെ മൊയ്ലിയക്കന്മാര്, നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാര് ആരെയൊക്കെ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടാറുണ്ടോ? നിങ്ങൾ വിടുക്കാച്ച പോയിക്കോളെ, ഞാൻ പോണ നിങ്ങളല്ലേ, നിങ്ങളാണല്ലോ പോകുന്നത്. പിന്നെ നിങ്ങളെ പോക്കും ഞങ്ങളെ പോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? ഞങ്ങളുടെ ഈ സ്നേഹത്തിന്റെ വഴി, ഈ സൗഹൃദത്തിന്റെ, മാനവിക ഐക്യത്തിന്റെ, മനുഷ്യത്വം നിലനിൽക്കാൻ ഉപയുക്തമാകുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന പൈതൃകത്തെ, ബഹുസ്വരതയെ ഇവിടെ നിലനിർത്താൻ എല്ലാ സംഭാവനകളും അർപ്പിച്ച സൂഫി വര്യന്മാർ, മശായിഖന്മാർ, ഔലിയാക്കൾ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ സൂഫി വര്യന്മാരാണ് ആ സ്നേഹത്തിന്റെ വഴി സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചത്. ഓരോ മതത്തിന്റെയും ആചാര്യന്മാരുണ്ട്, അവരുടെ പുണ്യപുരുഷന്മാരുണ്ട്, ആദരവോടെ അവർ കാണുന്ന ആളുകളുണ്ട്. അവർ അവരുടേതായ രൂപത്തിൽ അവരവരുടെ അണികൾക്ക് ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സൂഫി ഗുരുവര്യന്മാർ, മശായിഖന്മാർ, ഔലിയാക്കൾ, അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നു. അപ്പൊ ഈ ഒരു സ്നേഹത്തിന്റെ വഴി ഇവിടെ മുന്നോട്ടു പോകാൻ, ആ സ്നേഹത്തിന്റെ വഴികളെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അവരേതാളുകളാവട്ടെ, അവരോട് ഞങ്ങൾ ചേർന്ന് നിൽക്കും. അവർ ഇത്തരം സ്നേഹത്തിന്റെ വഴികളെ ഇവിടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിത്തരുമ്പോ, സഹായിക്കുമ്പോ, അതിനെ എല്ലാ നിലക്കും പല്ലും നഖവും ഉപയോഗിച്ച് ഗുണ്ടായിസത്തിലൂടെ ഞങ്ങളുടെ സ്റ്റേജ് കയ്യേറുകയും സ്ഥലം മുടക്കുകയും പെർമിഷൻ മുടക്കാൻ ശ്രമിക്കുകയും പല രൂപത്തിലുള്ള ഭീഷണികൾ മുഴക്കുകയും ചെയ്ത് എല്ലാ നിലക്കും ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് അത്തരം വഴികൾ ഇവിടെ നിലനിൽക്കേണ്ടതാണ്. ഖാജ തങ്ങൾ പഠിപ്പിച്ച, അതുപോലെ തന്നെ നിസാമുദ്ദീൻ ഔലിയ പഠിപ്പിച്ച, ബാബ ഫരീദ് തങ്ങൾ പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴി, അവരുടെ ആ സുഗന്ധം നിറഞ്ഞ മണ്ണാണ് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണ്. അതുകൊണ്ട് ആ സൂഫി പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് സൂഫികൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ കോൺഫറൻസ് തന്നെ സംഘടിപ്പിക്കുകയും വലിയ സൂഫി കവിയായിരുന്ന അമീർ ഖുസ്രു റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ സ്മരണ പ്രത്യേകമായി അവർ നൽകിയ ആ വലിയ സ്നേഹത്തിന്റെ സമ്മാനങ്ങൾ, സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ, ആ സ്നേഹ വായ്പകൾ
ഈ സമൂഹത്തിൽ കൂടുതൽ അനുസ്മരിച്ച് അവരുടെ പേരിൽ പ്രത്യേകമായ ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ച്, റംഗെ ഹുസ്റു എന്ന പേരിൽ ഒരു പരിപാടി തന്നെ സംഘടിപ്പിച്ച് ആ നിലക്ക് സൂഫി ഗുരുവര്യന്മാരുടെ വഴികളെ പ്രൊമോട്ട് ചെയ്ത് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ ചേർന്നു നിൽക്കും. അവർ ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരുമ്പോ തിരിച്ച് ഞങ്ങളിൽ നിന്നും അവർക്ക് സഹായം പ്രതീക്ഷിക്കാം. ഇത് മഹാനരായ ശംസുൽ ഉലമ പഠിപ്പിച്ച ശൈലിയാണ്. ഇവിടെ ഔലിയാക്കളുടെ വഴിയാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്നേഹത്തിന്റെ വഴി, അതിന് തടസ്സം സൃഷ്ടിക്കുന്നവരാരോ അവരെ ഞങ്ങൾ കണ്ടറിയും. ശംസുൽ ഉലമ പറഞ്ഞില്ലേ, ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ പരിഗണിക്കും, ഞങ്ങളെ പരിഗണിക്കാത്തവരെ ഞങ്ങൾക്ക് കണക്കിലെടുക്കേണ്ടി വരും. അത് സൂഫി വഴികളിൽ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ മുന്നോട്ട് പോയ ശംസുൽ ഉലമ കേരളീയ സമൂഹത്തിന് നൽകിയ വലിയൊരു സന്ദേശമാണ്. ആ വഴി ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖന്മാരെ നിർദ്ദേശത്തിൽ ആ വഴിയിൽ ഞങ്ങളും മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നത്, അപ്പോ ഞങ്ങൾ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ പോകുകയാണ്, ഞങ്ങൾക്ക് ഈ വഴികളെ ഇവിടെ സന്നിവേശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ആവശ്യം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ഭീകരത പാടില്ല, തീവ്രവാദം പാടില്ല, വംശീയതയും വർഗീയതയും കൊണ്ട് ഈ ഭാരതത്തെ നശിപ്പിക്കാൻ അവസരം കൊടുത്തേക്കരുത്. ഇന്ത്യ ഹിന്ദുവിൻ്റെതല്ല, ഇന്ത്യ മുസ്ലിമിൻ്റെതല്ല, ഇന്ത്യ ക്രിസ്ത്യാനിയുടേതല്ല, ഇന്ത്യ പാരിസിയുടേതല്ല, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനും മാത്രമേ ജീവിക്കാൻ പറ്റൂ, മറ്റുള്ളവർ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ച്, ആ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് സൂഫിയാക്കളും പുണ്യപുരുഷന്മാരും ആത്മീയ ഗുരുക്കന്മാരും കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെ ഇന്ത്യ, ആ പാരസ്പര്യത്തിന്റെ ഇന്ത്യ, ആ സഹിഷ്ണുതയുടെ ഇന്ത്യ, ആ സമഭാവനയുടെ ഇന്ത്യ, അതാണ് നാനാത്വത്തിലേകത്വമെന്ന പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യ. ആ ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗമനം, അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് നിന്ന് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന സുഗന്ധത്തിന്റെ രഹസ്യം അത്തരം വിശാല മനസ്കതയുടെ ഉടമകളാകുന്ന, കാരുണ്യത്തിന്റെ കരകാണാ കടലുകളാകുന്ന പുണ്യപുരുഷന്മാരുടെ, സൂഫി വര്യന്മാരുടെ പവിത്ര പാരമ്പര്യത്തിന്റെ മനോഹാരിതയാണത് എന്ന് വിളിച്ചു പറയുമ്പോ അവർക്ക് ഞങ്ങൾ സഹായിക്കുന്നു, അവരോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു, അതിനെ ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭാസുരമായൊരു ഭാവിയെ ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും ചെയ്യേണ്ടുന്ന കടമയാണ്, കടപ്പാടാണ്. അതേ ഞങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളൂ. അത് കേൾക്കുമ്പോഴേത്തിന് എന്തിന് ഹാലളകണം, എന്തിന് ബേജാറാകണം? ഇവിടെ ഏതൊക്കെ ആൾക്കാരുണ്ട്, ഏതൊക്കെ ആളുകൾ ഇവിടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. കേന്ദ്രം ഭരിച്ചവരുണ്ട്, കേരളം ഭരിച്ചവരുണ്ട്. നിങ്ങളും പോകാറില്ലേ പലരും അടുത്തേക്ക്? നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ അടുത്തേക്ക് പോകുമ്പോൾ പരസ്യമായിട്ട് പോവാ, വേറെ ചില ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ രഹസ്യമായിട്ട് പോവുക, പിന്നെ ഫോട്ടോ പുറത്തു വന്നാ ഞങ്ങൾ പോയിരുന്നു എന്ന് പറയാ. ഞങ്ങൾ ആ പണിക്ക് കിട്ടൂല. ഞങ്ങളത് ഓപ്പണാണ്, തുറന്ന പുസ്തകമാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരെന്ന നിലക്ക് എല്ലാ ആളുകളുമായി ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ, അതോടൊപ്പം ഈ സ്നേഹത്തിന്റെ വഴിയെ, ഈ പരിശുദ്ധമായ സൂഫിയാക്കളുടെ മാർഗത്തെ ഇവിടെ പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കാനും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏതൊക്കെ ആളുകളുണ്ടോ അവരെയൊക്കെ ഞങ്ങൾ സമീപിക്കും. അത് പരസ്യമായിട്ടാണ്, ഞങ്ങൾക്ക് രഹസ്യ അക്കൗണ്ടുകളില്ല. ഞങ്ങൾക്ക് അങ്ങനെ രഹസ്യമായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളിങ്ങനെ പോകുമ്പോഴേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളൊരു നിവേദനം കൊടുക്കുമ്പോഴേക്ക്
ഞങ്ങളൊരു എഴുത്ത് പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയെ ഏൽപ്പിക്കുമ്പോഴേക്ക് എന്തിനാണ് കാന്തപുരം കൂടാരങ്ങളിൽ ഹാലിളക്കം? നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നത്? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. എന്തോ നിങ്ങളെ കയ്യിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അറിയേണ്ടി ചോദിക്കണം. ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെ സംസാരിച്ച്, ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചത്, എന്തൊക്കെ സംസാരിക്കണം, അതൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകാൻ ആളുകളുണ്ടല്ലോ. അപ്പൊ നിങ്ങളെ കയ്യിലിരിപ്പ് എന്തോ ഒരു പ്രശ്നമായതുകൊണ്ടാണല്ലോ ഞങ്ങളെ പോക്കിനെ നിങ്ങൾ ഭയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ വിട്ടേക്ക്. ഞങ്ങൾ എന്തിനാ പോയത്, എന്തൊക്കെ പറഞ്ഞ്? ഇനിയിപ്പൊ നിങ്ങൾക്ക് കേൾക്കാണ്ട് വിറ്റകൾക്ക് സ്വൈരല്ലാന്ന്, ഉറക്കം വരുന്നില്ലാന്ന്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം കുറച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം. ഇശാഇന് ശേഷം നമുക്ക് കേൾക്കാം കുറച്ച്. നിങ്ങൾ പേടിക്കല്ലേ, അങ്ങനെ ബേജാറാകല്ലേ. നിങ്ങളെ എല്ലാ മാനവികതയും പിടുത്തം വിട്ടല്ലോ. ഇപ്പൊ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്. ഞങ്ങൾ അവിടെ ചെന്ന് കൂടിക്കാഴ്ച നടത്തിയതിന്റെ പോസ്റ്റ് വരുമ്പോഴേക്ക് അതിന്റെ അടിയിലുള്ള കമന്റ് ബോക്സും നിങ്ങൾ പരിശോധിച്ചു നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ രൂപത്തിലുള്ള ശൈലികളാണ്. ആരാണ് ഇവിടെ? എത്രയോ രാഷ്ട്രീയക്കാരില്ലേ ഇവിടെ, കമ്മ്യൂണിസ്റ്റുകാരില്ലേ, കോൺഗ്രസ്സുകാരില്ലേ, മുസ്ലിം ലീഗുകാരില്ലേ, പേര് പറയാൻ വിട്ടുപോയ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ? അവരാരെങ്കിലും അത്തരം സഭ്യേതര ശൈലികളെ കൊണ്ട് അതിന് കമാൻഡ് നൽകിയോ? ഇല്ല. ആരാണ് ആ കമാൻഡ് ബോക്സിൽ? മാനവികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, മനുഷ്യത്വം അടുത്തുകൂടെ പാസ് ചെയ്തിട്ടില്ലാത്ത വളരെ സഭ്യേതര ശൈലികളെ കൊണ്ട് അതിനടിക്കുറിപ്പെഴുതിയ ആളുകളാരാ? അതിന് കമാൻഡ് ഇട്ട ആളുകളാരാ? എടുത്തു നോക്കൂ പ്രിയപ്പെട്ട മാലോകരെ. ഇവരാണ് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പം. പറയുന്ന കാര്യവും പ്രവർത്തിക്കുന്ന പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് കാണുമ്പോഴേക്ക് നിങ്ങൾ ബേജാറാകല്ലേ, തെറി എഴുതലൊക്കെ നിർത്ത്. ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോലെ ഞങ്ങൾക്ക് ഇപ്പൊ എവിടേക്ക് പോവാൻ നിങ്ങളെ സമ്മതം വേണല്ലോ. നിങ്ങളാരാ ശുചായികൾ? അൽഹംദുലില്ലാ, നമ്മുടെ വേദിയിലേക്ക് ഒന്നിരായ നമ്മുടെ ഉസ്താദുമാർ കടന്നു വരുന്ന അഹ്സനി ഉസ്താദൊക്കെ എത്തുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോ നമ്മൾ ആ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. അത്തരം മോശമായ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് അവസാനിപ്പിക്കുക. എല്ലാവർക്കും ഇവിടെ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും കാണാൻ പോകുന്ന പരസ്യറ്റാണ്. എന്നിട്ട് ഇപ്പൊ ഞങ്ങളെ സാവിയത്തു സൂഫിയയിൽ പ്രധാനമന്ത്രിയുടെ പ്രതിനിധികൾ വന്നു. അതിന്റെ വീഡിയോസും ഫോട്ടോസും ഞങ്ങളല്ലേ പുറത്തുവിട്ടത്. ഇതുപോലെ ഞങ്ങൾ എവിടെ പോകുമ്പോൾ ഞങ്ങളെ സാവിയത്തു സൂഫിയയിലൂടെ ഇന്നലെ ഞങ്ങളത് വിഷയങ്ങൾ പുറത്തുവിട്ടില്ലേ. ഞങ്ങൾക്ക് അങ്ങനെ രഹസ്യ അക്കൗണ്ടുകളില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും രാജ്യത്ത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളായി ഇവിടത്തെ ഇലക്ഷൻ കമ്മീഷൻ ഏതൊക്കെ പാർട്ടികൾ അംഗീകരിച്ചിട്ടുണ്ടോ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അവർ പാലിക്കുന്നത് കൊണ്ടല്ലേ അവർ ആ രൂപത്തിൽ അംഗീകരിച്ചിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അതിന്റെ പ്രതിനിധികളെ, കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെ പോയി കാണുമ്പോഴേക്ക് ആരും അങ്ങനെ ഹാലളകേണ്ട ആവശ്യമില്ല.